30 വർഷത്തിലേറെയായിട്ടും പാലം എന്ന സ്വപ്നത്തിനു മുന്നിൽ അധികാരികൾ കണ്ണടച്ചതോടെ ദുരിതയാത്രയുമായി കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് പന്നിയോട്ടെ അംബേദ്കർ കോളനി നിവാസികൾ. പതിറ്റാണ്ടുകളായി നാട്ടുകാർ സഞ്ചരിക്കുന്നത് ഇവർ തന്നെ ഉണ്ടാക്കിയ മരപ്പാലത്തിലൂടെയാണ്. രോഗികളടക്കം ഉന്തുവണ്ടിയിൽ ഇതുവഴി പുറം ലോകത്തേക്ക് എത്തിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. പേടിയുണ്ട്. വെള്ളം കൂടുതലായെങ്കിൽ ഇതിൽ കൂടെ പാലത്തും കൂടെ വരാൻ പേടിയാണ്. അന്ന് മഴ പെയ്ത് ഉരുൾ പൊട്ടിയാലോ ഈ പാലം ഒലിച്ചാലോ രണ്ട് ആഴ്ചയായിട്ട് നമ്മൾ ലീവ് എടുത്തിരുന്നു. ഇവിടെ ഒരു പാലത്തിനായി നടന്ന് ചെരുപ്പ് തേഞ്ഞു. പറഞ്ഞ് തൊണ്ടയിലെ വെള്ളവും പറ്റി. ഇന്ന് തരാം നാളെ തരാമെന്ന വാഗ്ദാനങ്ങൾ മുറ പോലെയുണ്ടായി. പക്ഷേ പന്നിയോട്ടെ ആളുകൾക്ക് പാലം മാത്രം ലഭിച്ചില്ല. ഇന്നും കുഞ്ഞുങ്ങളും പ്രായമുള്ളവരുമെല്ലാം ജീവനും കയ്യിൽ പിടിച്ച് ഇവരുണ്ടാക്കിയ ഇതേ മരപ്പാലത്തിലൂടെ യാത്ര ചെയ്യുന്നു. ഈ വലിയ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ പാലം ഇവിടെ കാണില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ഇന്ന് കണ്ടല്ലേ, കാരണം വെച്ചാൽ ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. പേടിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കും പേടിയാണ്. തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണുള്ളത് ഒന്നും അറിയുന്നില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും രോഗം കിട്ടിക്കഴിഞ്ഞാൽ പോകാനും പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പാലം എങ്ങനെ ആയതുകൊണ്ട് ഇതെല്ലാം ഒടിഞ്ഞു പോയിട്ടില്ല. ചില സമയത്തെല്ലാം പല ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കൊല്ലം പാലം പോയിട്ട് ആർക്കെങ്കിലും അസുഖം വന്നാൽ അവരെ ഉന്തുവണ്ടിയിൽ അക്കരെ കടത്തേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. അസുഖം വന്നു കഴിഞ്ഞാൽ എടുത്ത് കൊണ്ടുപോക്കുക തന്നെയാണ്. ഇതിലൂടെ പോകാനും കാരണം പാലത്തമ്മല രണ്ടാൾക്ക് പോലും എടുത്തിട്ട് പോകാൻ അങ്ങനെ ആകാത്തൊരു സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അർബാനിലാണ് നമ്മളതിൻ്റെ മുകളിൽ 3 പേരുന്തി കൊണ്ടുപോയത്. ഇനിയെങ്കിലും അധികാരികൾ കൺതുറന്ന് അതൊന്ന് കണ്ട് പ്രവർത്തിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മഴക്കാലത്ത് പാലം ഒലിച്ചു പോയാൽ ഇവരുടെ പുറം ലോകവുമായുള്ള ബന്ധം തന്നെ ഇല്ലാതാകും. പരാതി പറഞ്ഞ് മടുത്തതോടെ തങ്ങളും മനുഷ്യരാണ് എന്ന് ഓർക്കണം എന്ന് മാത്രമാണ് ഇവർക്ക് അധികാരികളോട് പറയാനുള്ളത്. ജനം, കണ്ണൂർ.